പിണറായി നടന്നിറങ്ങി നമ്മളുടെ മുന്നിലേക്ക് വരാമെങ്കിൽ നമ്മൾ അംഗീകരിച്ചു. ഇത് ഏറ്റവും കൂടി 1.5 കോടിയുടെ ബസ്സും എടുത്തു. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ലോകം മുഴുവൻ കടവും വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിനകത്ത് കുറെ വിഡ്ഢി കുശ്മാണ്ഡങ്ങളെ വിഡ്ഢി നാടകമാണ് ഇന്ന് ആ ബസ്സിൽ കൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. നവകേരള സദസ് കൊണ്ട് സാധാരണക്കാർക്കൊന്നും നേട്ടം. ഈ മണ്ടി പോകുന്ന പാതയിൽ അത്രയും ട്രാഫിക് ബ്ലോക്കുകൾ, പല കാര്യത്തിന് പോകുന്ന അമ്മമാർക്ക് തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും കുട്ടി കരുതുന്ന പോലെ അത്ര തെണ്ടിയല്ല ഇവൻ. അദ്ദേഹം ശരിക്കും ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരാളുമല്ല. അതിന് അവകാശം കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക കള്ളനവൻ പെരുങ്കള്ളൻ. എന്റെ കൈ കിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എന്റെ കുടുംബം എനിക്കൊരു പേടിയില്ല, എനിക്ക് ഒരു പേടിയില്ല. പിണറായി എനിക്ക് പേടിയായി. എന്നെ തറയാക്കലോ മോനെ, നിന്റെ കിണുക്കിലിട്ടൊന്നും തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എന്റെ കൺമുന്നിൽ നേരിട്ടിറങ്ങി വന്നാൽ ചിലപ്പോ ഞാൻ വെടിവെച്ചു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി